ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. കുരിശിൻ്റെ ചുവട്ടിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ ധൃതിയിലാണല്ലോ നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാക്കാണ് സമ്മാനം അഥവാ ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ നിന്നെ ഓർക്കുന്നു. പ്രാർത്ഥനയിലൂടെയാകാം, പദവിയിലൂടെയാകാം, വിലപിടിപ്പുള്ള ഒരു സമ്മാനത്തിലൂടെയാകാം. അങ്ങനെ പല രീതിയിൽ ഈ പദത്തെ നമുക്ക് ആശ്ലേഷിക്കാം. ലോകം ഈ വാക്കിനെ പരിചയപ്പെടാനുള്ള കാരണം സ്വർഗസ്ഥനായ പിതാവിന് മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനിടയായപ്പോഴാണ്. അത് ഈ ഭൂമിയിൽ സംജാതമാകുവാൻ ഒരു സാധുവായ സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്തു. തൻ്റെ ദൂതനെ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരം കൊണ്ടും കൃപ കൊണ്ടും നിറച്ചു. അതാണല്ലോ വചനിപ്പ് പെരുന്നാൾ. അതുകൊണ്ടാണ് അത് ആഴ്ച കടന്നു വന്നാലും ഒരു പെരുന്നാളായിട്ട് ആചരിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുവാനും കാരണം. രണ്ടാമത് ഈ സമ്മാനം എന്ന വാക്കിനെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്തുവാണ്. ഇതെൻ്റെ ശരീരം, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും ഇതെൻ്റെ രക്തം, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുകയും. ഇതിലൂടെ ക്രിസ്തുവിനെ തന്നെ വിശ്വാസിയുടെ മുമ്പിലേക്ക് സ്വയം സമ്മാനമായി നൽകുകയാണ്. ഈ ഒരു അനുഭൂതിയെ പങ്കുവെക്കുവാനാണ് നമ്മളൊക്കെ ബലിപീഠത്തിൻ്റെ ചുവട്ടിലേക്ക് വന്ന് ജനമധ്യേ നാട്ടിയിരുന്ന കാൽവറിയെ അനുസ്മരിപ്പിക്കുന്ന ഗോകുൽത്ത ഇന്നു മുതൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് മദ്ബഹായുടെ മുമ്പിൽ നമ്മൾ കാണുകയാണ്. ഇതുവരെ ഉയർത്തപ്പെട്ടിരുന്ന കുരിശിനെ നോക്കി നമ്മൾ ആരാധിച്ചുവെങ്കിൽ ഇനി മുതൽ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മുടെ തലകളെ വണങ്ങുകയാണ്. ക്രിസ്തുവിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാനും ആണിപ്പാടുള്ള ആ രക്തത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനും തക്കവണ്ണമുള്ള ഒരനുഭവം. ഈ ചിന്തകൾ പങ്കുവെക്കുവാൻ നമ്മൾ എത്തിച്ചേരുന്ന ഇടമാണ് ബലിപീഠം. ധാരാളം പ്രത്യേകതകൾ ബലിപീഠത്തിനുണ്ടെന്ന് നമുക്കറിയാം. രണ്ട് ചുരുങ്ങിയ പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, നമ്മളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വീകരിച്ച് നമുക്ക് മറുപടി നൽകുന്ന സ്വർഗീയമായ ഭണ്ഡാരമാണ് ബലിപീഠം. രണ്ട്, കുറവുള്ള ഏതു മനുഷ്യനെയും ദൈവം തമ്പുരാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഇറക്കി വെച്ചാൽ അവനെ പാപം മോചിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഉറവ കൂടിയാണ് ഈ ബലിപീഠം. ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുവാൻ ഒരു കുമ്പസാരക്കൂടിലൂടെ നമുക്കിടയായി എന്ന് കരുതുന്നു. നമ്മളെ കേൾക്കാൻ, ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു പുണ്യഭൂമി. ആ അർത്ഥത്തിലാണ് ദേവാലയത്തിൻ്റെ ബലിപീഠം അത്രമാത്രം പ്രസക്തമാകുന്നത്. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഓരോ ക്രൈസ്തവനും, ഓരോ വിശ്വാസിയും ഏകനായിട്ടല്ല, കുടുംബമായി, ഇടവകയായി, സമൂഹമായി കടന്നു വന്ന് ഈ ബലിപീഠത്തിൻ്റെ ചുറ്റിലേക്കും അതിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനെ പ്രതീകാത്മകമായി ഓർക്കുന്ന സന്ദർഭം കൂടിയാണ് ശ്ലീബ ആരാധന. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്ന ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ച് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വിശ്വാസ പ്രമാണത്തിലൂടെ ഏറ്റുപറയുന്നത് പ്രാവർത്തികമാക്കുവാൻ കിട്ടുന്ന വർഷത്തിലെ പുണ്യദിനങ്ങളിൽ ഒന്നായിട്ട് ഈ സന്ദർഭങ്ങളെ നമുക്ക് അളക്കാം. ദൈവം എല്ലാവരെയും അപ്രകാരം ബലിപീഠത്തിൻ്റെ നന്മകൾ കൊണ്ട് പുണ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.